ഹായ് ഫ്രണ്ട്സ്, റോയൽ ബ്ലൂ ഡിസൈൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പൊ ഇന്നത്തെ കളക്ഷൻ എന്ന് പറയുന്നത് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുള്ള കോഡ് സെറ്റ് ആണ് കേട്ടോ. പാർട്ടി വെയർ തന്നെയാണ് കോഡ് സെറ്റ് കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നീട് വന്നിട്ടുള്ളത് നല്ലൊരു ജുവൽ നെക്കാണ് കേട്ടോ. അതും നല്ല ഹെവി പാർട്ടി വെയർ കളക്ഷൻ ആണ്. അപ്പോ ഇതൊക്കെയാണ് ഇന്നത്തെ കളക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ ഡീറ്റെയിൽഡ് വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നായിട്ട് നമ്മൾ പോസ്റ്റൽ ത്രൂ ആണ് അയക്കുന്നത്. കൂടുതലും പോസ്റ്റ് ത്രൂ ആണ് അയക്കുന്നത്. DTDC ആണെങ്കിൽ നമുക്ക് എക്സ്ട്രാ പേയ്മെന്റ് ആവുന്നതായിരിക്കും. ഇൻസൈഡ് കേരളയ്ക്ക് ഫ്രീ ഷിപ്പിംഗ് ആണ്. ഔട്ട്സൈഡ് കേരള ചെറിയൊരു ഷിപ്പിംഗ് ചാർജ് ആഡ് ചെയ്യുന്നതായിരിക്കും. പിന്നീട് എന്ന് പറയുന്നത് നമ്മള് ഇപ്പം ഇന്നത്തെ ഓർഡേഴ്സ് അയക്കുന്നത് നാളെയോ മറ്റന്നാളോ ആയിരിക്കും. വർക്കിംഗ് ഡേ 2 days ആണ് നമുക്ക് ഓർഡേഴ്സ് അയക്കാൻ വേണ്ടി എടുക്കുന്ന ഡേയ്സ് എന്ന് പറയുന്നത്. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പൊ നമ്മുടെ ഗീവ് അവേ എല്ലാം നടക്കുന്നുണ്ട്, അതിലെല്ലാരും പാർട്ടിസിപ്പേറ്റ്. അപ്പൊ നമുക്ക് ഇന്നത്തെ കളക്ഷനിലോട്ട് പോകാം. ഫസ്റ്റ് വന്നിട്ട് ഞാൻ വെയർ ചെയ്തിരിക്കുന്നത് തന്നെയാണ് നല്ലൊരു റോമൻ സിൽക്ക് ഫാബ്രിക്കിൽ വന്നിട്ടുള്ള കോഡ് സെറ്റ് ആണ് കേട്ടോ. ഇപ്പൊ നമ്മുടെ രംഗീല സിൽക്ക് എന്നൊക്കെ പറയത്തില്ല, അതുപോലെ നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഷൈനിങ് ആയിട്ട് ഉള്ള ഒരു സിൽക്ക് ഫാബ്രിക്കിൽ വന്നിട്ടുള്ള ഒരു ഭയങ്കര സുഖമാണ് ഇടാനും. അതുപോലെ നല്ല നമുക്ക് ബോഡി ഷേപ്പായിട്ട് കിടക്കുന്ന ഒരു ഫാബ്രിക്കും ആണ് കേട്ടോ ഇത്, ഈ റോമൻ സിൽക്ക് എന്ന് പറയുന്നത്. അപ്പോ ചില ആൾക്കാര് ഈ നമ്മൾ സിൽക്ക് ഫാബ്രിക് ഭയങ്കര ചൂടെടുക്കുന്ന ഫാബ്രിക് അങ്ങനെ എന്നൊക്കെ വിചാരിക്കും. അങ്ങനെ ഒന്നുമല്ല, ഇത് ഭയങ്കര നമുക്ക് സ്യൂട്ടാണ് ഇടാനായിട്ട്. എത്ര തടിയുള്ളവർക്ക് വേണമെങ്കിലും ഇടാൻ കേട്ടോ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഒതുങ്ങി കിടക്കുന്ന ഒരു ഫാബ്രിക് ആണ് ഇത്. നമുക്ക് ഒരു ജോർജറ്റ് ഒക്കെ വെയർ ചെയ്യത്തില്ലേ, അതുപോലെ ഒരു ഫീലിംഗ്സ് ആണ്. മാത്രമല്ല ഓൾറെഡി മൊത്തത്തിൽ ഇതിനകത്ത് സിൽക്ക് ഫാബ്രിക് ആയതുകൊണ്ട് തന്നെ ഇതിനകത്തൊരു ഷൈനിങ് ഒക്കെ ഉണ്ട്. നമുക്കത് പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാം. ഇങ്ങനെയാണ് ഇതിന്റെ നെക്ക് വരുന്നത്. ഈ നെക്കിൽ ഇതുപോലെ ഇങ്ങനെ ഹെവി ആയിട്ട് കണ്ടോ നല്ല ഭംഗിയായിട്ട് കട്ട് ബീഡ്സും റെയിൻബോ കട്ട് ബീഡ്സും സ്വീക്കൻസ് വർക്കും ഒക്കെ കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൽ വന്നിട്ട് സെന്റർ പോർഷൻ വന്നിട്ട് ഇതുപോലെ ഇതുകൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ ഒരു നെക്ക് പോർഷൻ ഒത്തിരി അങ്ങ് കയറി ഇരിക്കുന്നതായിട്ട് തോന്നത്തുമില്ല. ഈ ഒരു നെക്ക് ഇങ്ങനെ ഇറങ്ങിയിരിക്കുന്നത് കൊണ്ട് ഇവിടെ എല്ലാം നമുക്ക് ഈ കോളർ നെക്ക് ഉപയോഗിക്കുന്നവർക്കും ഇത് ഒരുപാട് ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. കാരണം അതുപോലെ വന്നിട്ടുള്ള ഒരു നെക്കും എന്നാൽ തീരെ കയറിയിരിക്കുന്നതല്ല, ഈ ഒരു പോർഷനിൽ ഇറക്കിയിട്ടുമുണ്ട്. അപ്പം നല്ല അത്യാവശ്യം ഇറക്കമുള്ളവർക്കും യൂസ് ചെയ്യാം. അല്ലാതെ കോളർ നെക്ക് ഇഷ്ടപ്പെടുന്നവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു നെക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അതും ഹെവി വർക്ക് ചെയ്തിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത്. നല്ല രസമുണ്ട് വർക്ക് കാണാനായിട്ട്, സൂപ്പറാണ്. നമുക്കൊരു പാർട്ടിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ബോട്ടത്തിന്റെ ലെങ്ത് എപ്പോഴും നമുക്ക് 36 ഒക്കെയാണ് വരുന്നത്. ഇതിന്റെ എന്താ പറയാ, ബോട്ടത്തിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 38 വരുന്നുണ്ട് കേട്ടോ. 38ഓളം ലെങ്ത് വരുന്നുണ്ട്. നല്ല ലെങ്ത്തിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോ വ്യൂ വരുമ്പം ഇങ്ങനെയാണ് വരുന്നത്. ടോപ്പും ബോട്ടവും കൂടെയാണ്. സൈസ് വന്നിട്ട് M to XXL ആണ് സൈസ് വരുന്നത്. നെക്സ്റ്റ് വന്നിട്ടുള്ള കളർ എന്ന് പറയുന്നത് നല്ല ഭംഗിയുള്ള ഒരു റെഡിഷ് മെറൂൺ ആണ് കളർ വരുന്നത്. ഇത് ഭയങ്കര റെഡ് ആയിട്ടാണ് നമുക്ക് തോന്നുന്നത്. അല്ല, നല്ലൊരു റെഡിഷ് മെറൂൺ കളറാണ്. ഭയങ്കര ഇതിന്റെ ഒരു ഫാബ്രിക് എന്ന് പറയുന്നത് ഭയങ്കര പ്രത്യേകതയുള്ള ഒരു ഫാബ്രിക് ആണ്. നല്ലൊരു ഫാബ്രിക് ആണ്. നിങ്ങൾക്ക് കൈ കിട്ടുമ്പോൾ മനസ്സിലാവും ഇത്രയും എന്താ പറയാ നല്ലൊരു ഫാബ്രിക് ആണോ എന്ന് തോന്നും. കാരണം ചില ഫാബ്രിക് നമ്മൾ പറയുമ്പോൾ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യാത്തതല്ലാത്തത് കൊണ്ട് ആർക്കും മനസ്സിലാവാറില്ല ഈ ഒരു ഫാബ്രിക് എങ്ങനെ ഇരിക്കും എന്നുള്ള കൺഫ്യൂഷനിൽ വാങ്ങാൻ മടിക്കും. അങ്ങനെ ചെയ്യരുത്. കാരണം ഇപ്പൊ വരുന്ന എല്ലാ ഫാബ്രിക്കുകളും എല്ലാരും യൂസ് ചെയ്ത് നോക്കണം. കാരണം വെറൈറ്റി ഫാബ്രിക്കിലാണ് കൊണ്ടുവരുന്നത്. എല്ലാം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയും യൂസ് ചെയ്തിട്ടുള്ളത് ഇതുപോലാണ് ഇതിന്റെ ഹാൻഡ് വർക്ക് വരുന്നത്. നല്ലൊരു നെക്കും നല്ല ഒരു ഹാൻഡ് വർക്കും ആണ് കൊടുത്തിട്ടുള്ളത്. നല്ല വെറൈറ്റി ആയിട്ടാണ് ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുള്ളത്. ഫാബ്രിക്കും നല്ല ഷൈനിങ് ഉള്ള ഫാബ്രിക് ആണ്. നല്ലൊരു റെഡിഷ് മെറൂൺ ആണ് കളർ വരുന്നത്. 3/4 സ്ലീവ്സ് ആണ് വരുന്നത്. സ്ലീവ്സിലെ ലൈനിങ് അറ്റാച്ച്ഡ് അല്ല, സ്ലിറ്റഡ് ആണ് വരുന്നത്. ഫുൾ ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത്. ഫ്രണ്ട് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത്. ലെങ്ത് വന്നിട്ട് 47 ലെങ്ത് വരുന്നുണ്ട്. നല്ലൊരു റെഡിഷ് മെറൂൺ ആണ് കളർ വരുന്നത്. ബോട്ടം വന്നിട്ട് എലാസ്റ്റിക് ആണ്. വൺ സൈഡ് പോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. ലെങ്ത് എന്ന് പറയുന്ന ഒരു 38 ലെങ്ത് വരുന്നുണ്ട്. ഇതിന്റെ എൻഡ് പോർഷൻ വന്നിട്ട് ഇതുപോലെ ഇങ്ങനെ ഒരു കട്ടിങ്ങും കൊടുത്തിട്ടുണ്ട്. നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പാറ്റേൺ ആണ്. സൈസ് വന്നിട്ട് M to XXL. അപ്പൊ നമ്മുടെ റെഡിഷ് മെറൂൺ കളർ വെയർ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ലുക്കാണ് വരുന്നത്. എന്റെ പേഴ്സണലി ഉള്ള ഒരു അഭിപ്രായമാണ് കേട്ടോ. ഇതാരും മിസ്സാക്കരുത് ഈ ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത്.
അത്രയും നല്ല ഭംഗിയാണ് കാണാനായിട്ടും, നമുക്ക് വെയർ ചെയ്യാനും ഭയങ്കര സുഖമുള്ള ഒരു ഫാബ്രിക്കുമാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ കോഡ് സെറ്റ് ഇഷ്ടപ്പെടുന്നവരും അല്ലെങ്കിൽ നമുക്ക് ഓഫീസ് വെയർ ആയിട്ടൊക്കെ പെട്ടെന്ന് യൂസ് ചെയ്തിട്ട് പോകാനും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരിതാണ്. പാർട്ടി വെയർ ആയിട്ടും നമുക്ക് യൂസ് ചെയ്യാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു പാറ്റേൺ മിസ്സാക്കേ ചെയ്യരുത്. സൈസ് വന്നിട്ട് M2XX ആണ് സൈസ് വരുന്നത്. പ്രൈസ് വന്നിട്ട് 869 ആണ് പ്രൈസ് വരുന്നത് കേട്ടോ. ഒരു കോഡ് സെറ്റ് ആണ്, അതും പാർട്ടി വെയറിന്റെ നല്ലൊരു ഫാബ്രിക്കിലും കൊണ്ടുവന്നിട്ടുള്ളതാണ്. ടോപ്പും ബോട്ടും കൂടെ ഉള്ളതാണ്. 869 എന്ന് പറയുന്നത് വളരെ അഫോർഡബിൾ ആണ്. മിസ്സാക്കാതെ പർച്ചേസ് ചെയ്തോളുക. 869 ആണ് പ്രൈസ് വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ ഒരു നമ്പർ എഴുതി കാണിക്കുന്നുണ്ടാവും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ ഏതാണോ അതിന്റെ സ്ക്രീൻഷോട്ട് ആൻഡ് സൈസും കൂടെ മെൻഷൻ ചെയ്ത് വേഗം തന്നെ ഓർഡർ ചെയ്യേണ്ടതാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് റീസ്റ്റോക്ക് ആണ്. അതുകൂടി നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ മുന്നേ ചെയ്തിട്ടുള്ള പാറ്റേൺ ആണ്. ഇത് റീസ്റ്റോക്ക് ആണ്. നല്ല ഹെവി വർക്ക് ചെയ്തിട്ടുള്ള നല്ലൊരു ജുവൽ നെക്കാണ്. ഈ ഒരു പാറ്റേൺ മുന്നേ കൊണ്ടുവന്നിട്ടുണ്ട്. ഹാൻഡ് വർക്ക് കണ്ടല്ലോ നിങ്ങൾ, ഇത്രയും നല്ല തിക്കായിട്ടാണ് ഹാൻഡ് വർക്ക് വരുന്നത്. നല്ല ആന്റി ഗോൾഡിന്റെ ഹാൻഡ് വർക്കും സെൽഫ് കളറിന്റെ ഹാൻഡ് വർക്കും ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത്. കട്ട് ബീഡ്സും ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത്. എന്താ പറയാ, ഈ ഒരു നമ്മുടെ ഈ ഒരു കോളറിലും ഒക്കെ ഹാൻഡ് വർക്ക് ഇതുപോലെ കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലൊരു റാണി പിങ്ക് കളറാണ് വരുന്നത്. റാണി പിങ്ക് ആണ് ഷെയ്ഡ് വരുന്നത്. നിങ്ങൾക്ക് വീഡിയോയിൽ അറിയാലോ, ഈ റാണി പിങ്ക് എപ്പോഴും ഭയങ്കര ബ്രൈറ്റ് ആയിട്ടേ കാണത്തുള്ളൂ, ഭയങ്കര കളറായിട്ടേ കാണത്തുള്ളൂ. അല്ല, നല്ല നോർമൽ അടിപൊളി കളറാണ് വരുന്നത്. ഇത് 3/4 സ്ലീവ്സ് ആണ് വരുന്നത്. സ്ലീവ്സിൽ ലൈനിങ് അറ്റാച്ച്ഡ് അല്ല. ബോഡി പോർഷൻ ഫുൾ ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത്. ബാക്കിൽ ബട്ടൺ ആണ് കൊടുത്തിട്ടുള്ളത്. ഫ്രണ്ട് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത്. അതൊരു അടിപൊളി പാറ്റേൺ ആണ്. ഇതിന് ഒരുപാട് എൻക്വയറീസ് ഉണ്ടായിരുന്നു. വീണ്ടും കളർ വെയർ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ലുക്കാണ് വരുന്നത്. ഇതൊരു നല്ലൊരു റാണി പിങ്ക് കളറാണ്. ഇത്രയും ഭയങ്കര കളറല്ല. നമുക്ക് വീഡിയോയില് ലൈറ്റിന്റെ ഇതിലാണ് ഇത്രയും കളറായിട്ട് തോന്നുന്നത്. നോർമൽ ആയിട്ടുള്ള നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റാണി പിങ്ക് ഷെയ്ഡാണ് വന്നിട്ടുള്ളത്. നെക്സ്റ്റ് കളർ എന്ന് പറയുന്നത് നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് വന്നിട്ടുള്ളത്. ഇത് നല്ലൊരു മിഡ് നൈറ്റ് ബ്ലൂ ആണ്. നല്ല രസമാണ് കാണാനായിട്ട്. നല്ലൊരു ഹെവി വർക്കൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. അടിപൊളി ഒരു മിഡ് നൈറ്റ് ബ്ലൂ ആണ് കളർ വരുന്നത്. ബാക്കി ഫീച്ചേഴ്സ് എല്ലാം നേരത്തെ പറഞ്ഞത് പോലെയാണ്. ലെങ്ത് 46-47 ആണ് ലെങ്ത് വരുന്നത്. 3/4 സ്ലീവ്സ് ആണ് വരുന്നത്. സ്ലീവ്സിൽ ലൈനിങ് അറ്റാച്ച്ഡ് അല്ല. ബോഡി പോർഷൻ ഫുൾ ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത്. ബട്ടൺ ആണ് കൊടുത്തിട്ടുള്ളത്. സൈസ് M2XX ആണ് സൈസ് വരുന്നത്. അപ്പൊ നമുക്ക് ജസ്റ്റ് ഇതിലൂടെ വെയർ ചെയ്ത് നോക്കാം, എങ്ങനെ ഇരിക്കും നോക്കാം. വെയർ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ലുക്കാണ് വരുന്നത്. റോയൽ ബ്ലൂ അല്ല, നല്ലൊരു മിഡ് നൈറ്റ് ബ്ലൂ ആണ് കളർ വരുന്നത്. വീഡിയോയിൽ ഇപ്പൊ കാണുന്ന കളറിന്റെ ഏതാണ്ട് ആ കളർ തന്നെയാണ് കേട്ടോ നേരിട്ട് കാണാനും വരുന്നത്. നല്ല രസമുള്ള ഒരു കളറാണ്. നല്ല ഹെവി വർക്കാണ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് വന്നിട്ടുള്ള കളർ പറഞ്ഞാൽ നല്ലൊരു മെഹന്തി ഗ്രീൻ ആണ് കളർ വരുന്നത്. ബാക്കി ഫീച്ചേഴ്സ് എല്ലാം നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. ഇതാണ് ഇതിന്റെ ഹാൻഡ് വർക്ക് വരുന്നത്. M2XX ആണ് സൈസ് വരുന്നത്. നല്ല അടിപൊളി ഒരു കളറുമാണ് കേട്ടോ. ഈ ഒരു കളർ നമുക്ക് മുന്നേ ഒത്തിരി എൻക്വയറി ഉണ്ടായിരുന്നതാണ്. ഇപ്പോഴും ഈ ഒരു കളേഴ്സിന് എൻക്വയറി വരുന്നുണ്ട്. അപ്പോ എന്തായാലും കിട്ടാത്തവർ എന്തായാലും ഈ ഒരു കളർ മാക്സിമം ഇപ്രാവശ്യം യൂസ് ചെയ്യുക, മിസ്സാക്കാതെ പർച്ചേസ് ചെയ്യുക കേട്ടോ. നല്ലൊരു കളറുമാണ്. 3 കളേഴ്സും അതുപോലെ തന്നെയാണ്. അടിപൊളി കളേഴ്സ് ആണ്. അപ്പൊ നമുക്ക് ജസ്റ്റ് ഇതിലൂടെ ഒന്ന് വെയർ ചെയ്ത് നോക്കാം. എങ്ങനെയാണ് വെയർ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ലുക്കാണ് വരുന്നത്. നല്ലൊരു മെഹന്തി ഗ്രീൻ ആണ് കളർ വരുന്നത്. സൈസ് വന്നിട്ട് M2XX ആണ് സൈസ് വരുന്നത്. ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 789 ആണ് പ്രൈസ് വരുന്നത് കേട്ടോ. 789 രൂപയാണ് പ്രൈസ് വരുന്നത്. മിസ്സാക്കാതെ പർച്ചേസ് ചെയ്യാം. ഇത്രയും ഹെവി ആയിട്ട് വരുന്ന ഹാൻഡ് വർക്ക്, നല്ല ബ്രാൻഡഡ് ഐറ്റത്തിൽ വരുന്ന കുർത്തിയാണ്. നല്ല ക്വാളിറ്റി പ്രോഡക്റ്റും ആണ് കേട്ടോ. അപ്പൊ മിസ്സാക്കാതെ പർച്ചേസ് ചെയ്യാം. നല്ലൊരു പാർട്ടി വെയർ കളക്ഷൻസ് ആണ് ഇന്ന് മൊത്തം കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ അതും നല്ല അഫോർഡബിൾ പ്രൈസിലുമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ മിസ്സാക്കാതെ എല്ലാവരും പർച്ചേസ് ചെയ്യും. ഇത് കളക്ഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയല്ലേ? അപ്പൊ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ ഒരു നമ്പർ എഴുതി കാണിക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു നമ്പർ ഉണ്ടാവും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ ഏതാണോ അതിന്റെ സ്ക്രീൻഷോട്ട് അതിന്റെ സൈസും കൂടെ മെൻഷൻ ചെയ്ത് വേഗം തന്നെ ഓർഡർ ചെയ്യേണ്ടതാണ് കേട്ടോ. അപ്പൊ വേഗം കിട്ടാത്തവരെല്ലാരും ഓർഡർ ചെയ്തോളുക. നല്ല കോഡ് സെറ്റ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. അതും ഇതും നിങ്ങൾക്ക് വാങ്ങിയാലും നല്ല അഫോർഡബിൾ റേറ്റ് തന്നെ രണ്ടും വാങ്ങാവുന്നതാണ് കേട്ടോ. അപ്പൊ മിസ്സാക്കാതെ പർച്ചേസ് ചെയ്യാം. അപ്പൊ ഇന്നത്തെ കളക്ഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയാണോ അല്ലേ എന്നുള്ള കാര്യം എന്തായാലും മെസ്സേജ് ചെയ്യാം. അടുത്ത നല്ലൊരു കളക്ഷനായിട്ട് വരുന്നത് വരെ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ കൂടെ കൊടുക്കുക. ഫ്രണ്ട്സിന് റിലേറ്റീവ്സിന് എല്ലാം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കും എന്ന് എനിക്കറിയാം. എങ്കിലും പുതുതായി കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പൊ അടുത്ത നല്ലൊരു കളക്ഷനായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് പറഞ്ഞുകൊണ്ട് ബൈ.